ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ യാത്ര എങ്ങോട്ടെന്നല്ലേ? കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. ആദ്യമായി ഫ്ലൈറ്റ് കാണുന്നതിൻ്റെയും എയർപോർട്ട് കാണുന്നതിൻ്റെയും ആകാംക്ഷയിലും ത്രില്ലിലുമാണ് ഞാനും രുക്കും യാത്ര തുടങ്ങുന്നത്. അതിനാൽ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാനും രുക്കും മിനിച്ചേട്ടനും കൂടി യാത്ര തുടർന്നു. തൃപ്പൂണിത്തുറ വഴി കാക്കനാട്, ആലുവ, കളമശ്ശേരി വഴി നെടുമ്പാശ്ശേരിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ആദ്യമായാണ് ഫ്ലൈറ്റും എയർപോർട്ടും ഒക്കെ കാണാനായിട്ട് പോകുന്നത്. കാണാൻ അവസരങ്ങളുണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാൻ പോയിട്ടില്ല. കാരണം നാട്ടിൽ നിന്ന് എയർപോർട്ട് വരെ ട്രാവൽ ചെയ്യണമെങ്കിൽ 2.5-3 മണിക്കൂർ എടുക്കും, മാക്സിമം അത്രയും തന്നെ എടുക്കും. അപ്പം ഇത്രയും ദൂരം കാറിൽ സഞ്ചരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ വൊമിറ്റിങ്ങിൻ്റെ ആളാണ്. മാക്സിമം 20 കിലോമീറ്റർ വരെയൊക്കെ ഞാൻ പിടിച്ചേക്കും. അത് കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് താങ്ങില്ല. വെറുതെ എന്തിനാണ് എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ടില്ല. ചേട്ടനും ചേച്ചിയൊക്കെ പുറത്താണെങ്കിലും അവരെ കൊണ്ടുവിടാനോ വിളിച്ചുകൊണ്ട് വരാനോ ഒന്നും ഞാൻ കൂടെ പോയിട്ടില്ല. പിന്നെ ഇപ്പം എറണാകുളത്ത് തൃപ്പൂണിത്തുറ താമസമാക്കിയപ്പം ഇവിടുന്ന് ഒരു 34 കിലോമീറ്ററേ ഉള്ളൂ എയർപോർട്ടിലേക്ക് യാത്ര. അപ്പോൾ ഞാൻ ചെന്നാൽ പോയേക്കാം, എന്തിനാ അവസരം പാഴാക്കുന്നേ, വെറുതെ പോവല്ല കേട്ടോ. ഇനി ചേട്ടൻ്റെ വല്യമ്മയുടെ മോള് മായ ചേച്ചി തിരിച്ചു പോവാണ് അയർലൻഡിലേക്ക്. അപ്പോൾ ചേച്ചി ഒന്ന് കാണണം. നാട്ടിൽ വന്നിട്ട് ചേച്ചിയെ കാണാനും കഴിഞ്ഞില്ല. അപ്പോൾ ചേച്ചി തിരിച്ചു പോകുമ്പോൾ ചേച്ചി കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങളുടെ യാത്ര. കൂട്ടത്തിൽ ഫ്ലൈറ്റും കാണാം, എയർപോർട്ടും കാണാം. അങ്ങനെ ഞങ്ങൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തെത്താറായി. വേൾഡിലെ ഫസ്റ്റ് സോളാറിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ടാണല്ലോ നമ്മളുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഓരോ വഴി പിന്നിടുമ്പോഴും ഞാൻ ഭയങ്കര ആകാംക്ഷയിലും ത്രില്ലിലുമാണ്. കാരണം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിന്ന് നമ്മൾ ആകാശത്തോട് നോക്കുമ്പോൾ കാണുന്ന വിമാനങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആകാംക്ഷ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണല്ലോ. എയർപോർട്ടും വിമാനവും ഒക്കെ കാണുന്നത് കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ മുതൽ നമുക്ക് ഭയങ്കര ഹരമല്ലേ വിമാനം കാണാനും ഒക്കെ. അപ്പോൾ അത് നമുക്ക് നേരിട്ട് യാഥാർത്ഥ്യമാവുന്നു എന്നുള്ളത് ഭയങ്കര ത്രില്ലാണ്. ഞാൻ ഇങ്ങനെ പോവാത്തവരും കാണാത്തവരുമായിട്ട് ധാരാളം പേരുണ്ടാവും. എല്ലാവർക്കും ഇങ്ങനെ അവസരം കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ചേച്ചി അയർലൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കരുതിയപ്പോൾ ചേച്ചി ഇൻ്റർനാഷണൽ സൈഡിലായിരിക്കും ഉണ്ടാവുകയെന്ന്. പിന്നെ ഞങ്ങൾ വിരിച്ചു വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അല്ല, ഡൊമസ്റ്റിക്കിൽ പറഞ്ഞാൽ ചേച്ചി കണക്ഷൻ ഫ്ലൈറ്റാണ്, ഡൽഹി വരെയുള്ളൂ, അവിടുന്ന് പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡൊമസ്റ്റിക് ടെർമിനൽ 1 ഞങ്ങൾ എത്തി. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി കണ്ടപ്പം ടുക്ക് ഭയങ്കര ഹാപ്പിയായി, കെട്ടിപ്പിടിച്ചു, ഉമ്മയെ കൊടുത്തു. അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചേച്ചി പറഞ്ഞു, അവിടെ ആനയെ കാണാൻ പറ്റും, ആനയുടെ പ്രതിമയൊക്കെ ഉണ്ട്, പോയി കണ്ടിട്ട് വാ. ആനയെന്ന് രുക്കുവിനോട് പറഞ്ഞപ്പോൾ രുക്കു ഭയങ്കര ഹാപ്പി, ആനയെ കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ആനയുടെ അടുത്തേക്ക് വന്നു. പൂരത്തിനൊക്കെ ഒരുക്കി നിർത്തിയേക്കുന്ന പോലെ ആനയും കുടമാറ്റവും നെറ്റിപ്പട്ടവും ഒക്കെ വെച്ചിട്ട് ആന നിർത്തിയേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കാണാൻ കാഴ്ചകൾ ധാരാളമുണ്ട് എയർപോർട്ടിൽ. ചെടികളും ഇങ്ങനത്തെ കുറേ രൂപങ്ങളും ഒക്കെ ആയിട്ട്. രുക്കു അവിടെ ഫോട്ടോയൊക്കെ എടുക്കുന്ന കൊടുത്ത് ചേച്ചി വിളിച്ചായിരുന്നു. ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ സമയമായിരുന്നു. ചേച്ചിക്ക് 2:25 ഫ്ലൈറ്റ്. അപ്പം 2-3 മണിക്കൂറിനുള്ളിൽ ചെക്ക് ഇൻ ചെയ്യണമല്ലോ. അപ്പം ഞങ്ങൾ ചേച്ചി വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു. രുക്കു സ്പീഡ് നടക്കുകയാണ്. അപ്പോൾ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്പീഡ് നടന്ന് അങ്ങോട്ട് പോവാണ്. നല്ല വെയിലായ കാരണം പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അതിനുള്ളിൽ തന്നെ ഞങ്ങളിങ്ങനെ കുറേ നടക്കുകയൊക്കെ ചെയ്തു. ഉച്ച സമയമായതുകൊണ്ട് വെയിലിന് കാഠിന്യം നല്ല കൂടുതലല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. കുറേ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല. നല്ല രസമല്ലേ വെളിയിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ, ചെടികളും ഒക്കെ. അല്ലാതെ കുറേ അകത്ത് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ അവരുടെ അടുത്തെത്തി. വിനിച്ചേട്ടൻ്റെ വല്യമ്മയുടെ മക്കൾ അവർ രണ്ടുപേരും, ശ്രീകുട്ടണ്ണനും മായ ചേച്ചി. അവരെയെല്ലാം കണ്ടു. മായച്ചേച്ചി നാട്ടിൽ വന്നിട്ട് രുക്കുവിനെ കാണാനും ഞങ്ങളെ കാണാനും പറ്റിയില്ല. മായച്ചേച്ചി ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങളെ കണ്ടതിന്, പ്രത്യേകിച്ച് രുക്കുവിനെ കണ്ടതിന് ഭയങ്കര ഹാപ്പിയാണ്. അവൾ ഒന്നിച്ച് ഫോട്ടോയൊക്കെ എടുത്ത്. രുക്കുവിന് വെയിൽ കൊണ്ടതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ രുക്കുവിന് നിറയെ സമ്മാനങ്ങൾ മേടിക്കാനുള്ള പൈസ രുക്കുവിനെ ഏൽപ്പിച്ചു ചേച്ചി. ആദ്യം കുറച്ച് മടിച്ച് മേടിക്കാൻ കേട്ടോ. പിന്നെ 2 കൈ നീട്ടി അവൾ മേടിച്ചു. നിറയെ കളിപ്പാട്ടവും ഉടുപ്പും മേടിക്കാനാണ് രുക്കുവിൻ്റെ അപ്പ അവൾക്ക് പൈസ കൊടുത്തത്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഒന്നിച്ച് നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ചേച്ചിക്ക് അകത്ത് കയറാൻ സമയമായി. ചേച്ചി പാസ്പോർട്ടൊക്കെ കൃത്യമായി എടുത്തോ എന്നൊക്കെ ഞാനും മനുഷ്യരനൊക്കെ ചോദിക്കുന്നുണ്ട്.
ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് പോവാൻ. ചേച്ചി അയർലൻഡിൽ സെറ്റിലാണ്. ചേച്ചി ഹസ്ബൻഡും മക്കളും ഒക്കെ അയർലൻഡിൽ തന്നെയാണുള്ളത്. അപ്പോൾ ചേച്ചി അത്യാവശ്യം ഉണ്ടായിട്ട് ചേച്ചി നാട്ടിൽ വന്നതാണ്. അപ്പോൾ ചേച്ചി തിരിച്ചു പോകുന്നതിന്, ഞങ്ങളെ കേട്ടിട്ട് പോകുന്നതിന് ഭയങ്കര വിഷമമുണ്ട്. അത് പറയുന്നുമുണ്ട് ഞാൻ പോകുന്നില്ല എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ വരുമെന്ന് ചേച്ചി പ്രതീക്ഷിച്ചു വരും. ഇത്രയും ദൂരെ നിന്ന് വരും, ഒന്നാമത് വെയിലല്ലേ കുഞ്ഞിനെയും കൊണ്ട്. എന്നാലും ഞങ്ങൾ ചേച്ചീനെ കാണാമല്ലോ, ചേച്ചി വന്നതല്ലേ, ചേച്ചിയെ കാണാമല്ലോ, കാണാതെ എങ്ങനെ ശരിയാവുന്നതെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ രുക്ക് കെട്ടിപ്പിടിച്ച് അപ്പയ്ക്ക് ബൈയൊക്കെ പറഞ്ഞു, ഓമ്മയൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് ഒന്നുകൂടെ സങ്കടമായി ചേച്ചിക്ക്. പിന്നെ ചേച്ചി ബാഗൊക്കെ എടുത്ത് പതുക്കെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അകത്തേക്ക് പോയി. അപ്പം എടുത്ത് പോവാന്നിങ്ങനെ അവൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോന് പോയിട്ട് പിന്നെ വരാം ബൈയൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ പതുക്കെ ചിക്കൻ ചെയ്യാനായിട്ട് അകത്തേക്ക് കയറി. ഞങ്ങളിങ്ങനെ വെളിയിൽ ചേച്ചി പോകുന്നതെന്ന് നോക്കി ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. രുക്കുവിനാണെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പോകണം, അപ്പം എടുത്ത് പോകണമെന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അപ്പം ഫ്ലൈറ്റ് കയറാൻ പോവാണ്, അപ്പോൾ പോയിട്ട് പിന്നെ വരും, ചെറിയ മുട്ടായിയും കളിപ്പാട്ടമൊക്കെ ആയിട്ട് അപ്പം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിച്ച് നിന്നു. പിന്നെ എന്നാൽ ഒന്ന് വിഷമിച്ച് നിന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഒന്നുകൂടെ ഒന്ന് ആനയെ കാണിച്ചേക്കാം. ഒരു സൈഡിൽ ആനയെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ, അപ്പുറത്തെ സൈഡ് കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തും പോയി, രണ്ട് സൈഡിലും ഉണ്ട് 3 ആന വീതം. കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ രണ്ട് സൈഡിലെയും ആന കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. വെയിലായത് കാരണം പെട്ടെന്ന് കൂടെ അവിടെ ഇറങ്ങാനും തോന്നുന്നില്ല, അവിടെ തന്നെ നിന്നു. ശ്രീകുട്ടണ്ണനും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി. നല്ല വെയിലായ കാരണം കുഞ്ഞിന് ടർക്കിയിലിട്ട് മൂടി പൊറിഞ്ഞ് അവളെ കൈയും കാലും ഒന്നും വെയിലേക്കാതെ പൊറിഞ്ഞ് കെട്ടി നടുക്കിരുത്തിയാണ് അവളെ യാത്ര അയക്കുന്നത്. ഇപ്പോഴത്തെ വെയിൽ ഭയങ്കര ഇതല്ലേ, എല്ലാവർക്കും സൂര്യാഘാതമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. നമുക്ക് കുഴപ്പമില്ല, കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ ഇച്ചിരി പാടല്ലേ. ഒരു വെയിൽ പോലും തട്ടാതെ ഫുള്ള് കവർ ചെയ്താണ് രുക്കുവിനെ ഇരുത്തിയത്. രുക്കു എന്ത് സുഖം ഉറക്കം, എങ്ങനെ ചൂടത്ത് കിടന്നുറങ്ങുന്നു എന്നുള്ളതാണ്. അവൾ കാറ്റൊക്കെ ഇടയ്ക്ക് കൊള്ളുന്ന കണ്ട് സുഖമായിട്ട് ആ പുതപ്പിനകത്ത് രുക്കു കിടന്നുറങ്ങുവാണ്. കൂടെ ഞങ്ങൾ ഓരോന്നിങ്ങനെ സംസാരിച്ച് അപ്പോഴാണ് വിനിച്ചേട്ടൻ പറഞ്ഞേ, ഇവിടെ വിമാനത്താവളത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങനെ വിമാനം നമുക്ക് കാണാമെന്ന് പറഞ്ഞു, ഫ്ലൈറ്റ് കാണാമെന്ന് പറഞ്ഞു. അതിന് വെച്ച് ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പോവാം, നല്ല വെയിലായതുകൊണ്ട്. അങ്ങനെ പൈനാപ്പിൾ ജ്യൂസും നാരങ്ങ വെള്ളവും കുടിച്ചു. ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നിയില്ല, വേണ്ടാന്ന് വിചാരിച്ചു. രൂപ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് പതുക്കെ ആ സ്ഥലത്തെത്തി. എവിടെയാണെന്നില്ല, നിങ്ങൾ പലരും ഈ സൈഡിൽ വന്നിട്ടുണ്ടായിരിക്കും. കൊല്ലിക്കര റോഡ് എയർപോർട്ട് റൺവേയുടെ സൈഡാണ്, ബാക്ക് സൈഡ് എയർപോർട്ട് റൺവേയോട് ചേർന്ന കൊല്ലിക്കര റോഡിൽ. അവിടെ നിന്ന് സുഖമായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഫ്ലൈറ്റ് എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ത്രില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ കാണാൻ. വിമാനം ഇത്ര അടുത്ത് ഞാൻ കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും. വെയിലായ കാരണം ഫ്ലൈറ്റ് വരുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും മാത്രമാണ് വെയിലെടുത്തോട്ട് വന്നിട്ട് ഞാനും രുക്കും കണ്ടത്. വിനിച്ചേട്ടനാണ് വെയിലത്ത് നിന്ന് ഫുള്ള് വീഡിയോയും ഒക്കെ എടുത്തത്, ഫോട്ടോയും ഒക്കെ. ഞാനും രുക്കും ഫ്ലൈറ്റ് വരുമ്പോഴും പോകുമ്പോഴും ബെസ്റ്റ് വന്ന് വിമാനം കണ്ടിട്ട് നേരെ തണലിലേക്ക് ഓടും. അങ്ങനെ ഓരോ ഫ്ലൈറ്റുകളൊക്കെ ഒത്തിരി ഞങ്ങൾ 10ഓളം ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കണ്ടു കേട്ടോ. രുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവൾ ഇത്ര അടുത്ത് വിമാനം കാണുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഞാനും രുക്കും കൊണ്ട് തണലത്ത് നിൽക്കുകയാണ്. ഫ്ലൈറ്റ് വരുമ്പോൾ അങ്ങോട്ട് നീങ്ങിയാൽ മതിയല്ലോ, അവിടെ നിന്നായാലും ഞങ്ങൾ കാണാൻ പറ്റും വിമാനം വരുന്നതും പോകുന്നതും ഒക്കെ. അവൾക്ക് ഞാനൊരു കപ്പലിൻ്റെ മുട്ട മേടിച്ചു കൊടുത്ത് ആ ഒരു ബലത്തിൽ ഞാനിങ്ങനെ നിർത്തിയേക്കണം. താഴെ നിൽക്കുന്നില്ല, താഴെ നിൽക്കുമ്പോൾ അവൾക്ക് പേടി, വിമാനം എടുത്ത് വരുമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ എടുത്തോട്ട് നിൽക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുട്ടായി കൊടുത്ത് കുറച്ച് നേരം താഴെയൊക്കെ നിർത്തും. അങ്ങനെ ഓരോ ഫ്ലൈറ്റ് പോകുന്നതും വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ വിനിച്ചേട്ടൻ പറയുന്നുണ്ട്, ഒരു വട്ടമെങ്കിലും നമുക്ക് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യണോടി. അത് ഒരു വട്ടം പോയി കഴിയുമ്പം ആ പേടിയൊക്കെ മാറും. നമുക്ക് ഉള്ളിലൊരു പേടി ഉണ്ടായിരിക്കും ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ, ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ. അതൊരു വട്ടം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ മാറും. നമ്മൾ ഇനി വരുന്നത് ഫ്ലൈറ്റിൽ കയറാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിനിച്ചേട്ടൻ എന്നോട് പറയുന്നുണ്ട്. വിനിച്ചേട്ടനൊരു കൂട്ടുകാരനെ കിട്ടി, അവരുടെ കൂടെ ആണ് നിപ്പ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്നു.
തൊട്ടപ്പുറത്ത് കടയൊക്കെ ഉണ്ട്, കോഫി ഷോപ്പ് പോലെ കടയൊക്കെ ഉണ്ട്. അവിടെ കയറി ഇരിക്കുകയും ഒക്കെ ചെയ്യാം. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ തിരക്ക് കൂടുതൽ. ഉച്ച സമയത്ത് അങ്ങനെ ആരും വരാറില്ല. വൈകുന്നേരമാണ് ഇവിടങ്ങളിലെ ഷോപ്പുകൾ തുറക്കുന്നത്, നൈറ്റ് വ്യൂ കാണാനും ഒക്കെ. വെയിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ സുഖമായിട്ട് കാണാം. ഈ സമയത്ത് വന്നുകൊണ്ട് വലിയ തിരക്കുമില്ല. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. കൂടെ ഒരു കൊച്ചിനും ഉണ്ടായിരുന്നു. അവർ രണ്ട് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അധികം ആളും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് അവിടെ നിന്ന് കാണാനും കഴിഞ്ഞു. വൈകുന്നേരങ്ങളിൽ തിരക്കാമെന്ന് പറയുന്നത് കേട്ടു. അവിടെ വന്നവരൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഉണ്ട്. പിന്നെ എൻ്റെ മനസ്സിൽ കടന്നുപോയത് പല ചിന്തകളാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഇതിനുള്ളിലിരിക്കുന്ന ആൾക്കാരുടെ ഫീലിങ്സാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിനുള്ളിലിരിക്കുന്ന ആൾക്കാരുടെ സങ്കടങ്ങളാണ് എൻ്റെ മനസ്സിൽ കൂടെ പോയത്. വീട്ടുകാരെയും കൂടപ്പിറപ്പുങ്ങളെയും അച്ഛനമ്മമാരെയും ഭാര്യയും മക്കളെയും ഒക്കെ വിട്ട് പ്രവാസ ലോകത്തേക്ക് പോകുന്നവരുണ്ടാവാം, അതിനകത്ത് പഠിക്കാൻ പോകുന്നവരുണ്ടായിരിക്കും, അതിനകത്ത് സമ്മർ വെക്കേഷന് പോകുന്നവരുണ്ടായിരിക്കും അതിനകത്ത്, ഇല്ലേ? ലാൻഡ് ചെയ്യുമ്പോൾ സന്തോഷം ടേക്ക് ഓഫ് ചെയ്യുമ്പം കാണില്ലല്ലോ. ലാൻഡ് ചെയ്യുമ്പോൾ എല്ലാവരെയും കാണാം എന്നുള്ള സന്തോഷമാണല്ലോ അതിനുള്ളിൽ ഇരിക്കുന്നവർക്ക്. ഭയങ്കര ത്രില്ലുമായിരിക്കും എല്ലാവരെയും കാണാൻ. പോകുമ്പോൾ അതായിരിക്കില്ലല്ലോ, എല്ലാവരെയും വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം. അത് ഞാനും അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ പുറത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫീലിങ്സൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയി. ഓരോ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പം എനിക്കൊരു നെഞ്ചിടിപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, എല്ലാവരും സേഫായിട്ട് അവിടെ എത്തണേ എന്നുള്ള പ്രാർത്ഥനയും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വിമാനം പോകുന്നതും വരുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞാൻ വിളിച്ചോട്ട് പറഞ്ഞു, വിളിച്ചിട്ട് നമുക്ക് പോവാം, മതി നമുക്ക് പോവാമെന്ന് പറഞ്ഞു. ഇനിയും ഒരു ദിവസം വരുമ്പോൾ കാണാം. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ അമ്മയും ജാനൂട്ടനെ വിളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അവളിത് കണ്ടിട്ടില്ലല്ലോ. ജാനൂട്ടനെ വിളിച്ച് കാണിച്ചേക്കാം, അവൾ സന്തോഷമായിട്ടിരിക്കട്ടെ, കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഞാൻ അമ്മയും ജാനൂട്ടനെയൊക്കെ വിളിച്ചിട്ട് കാണിച്ചായിരുന്നു. അവളെ കാണിച്ചപ്പോൾ അവൾക്ക് സങ്കടം, അവൾക്ക് കാണാൻ പറ്റാത്തതിൻ്റെ. പിന്നെ ഞാൻ സമാധാനിപ്പിച്ചു. അവൾക്ക് കാണാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ കോളിൽ കൂടെ കാണുമ്പോൾ അവൾ സന്തോഷിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അവളെ വിളിച്ച് കാണിച്ചത്. പക്ഷെ അവൾക്ക് സങ്കടമായി, എനിക്ക് സങ്കടമായി. പിന്നെ സമാധാനിപ്പിച്ചിട്ടൊക്കെ ഞാൻ കൂടെ കട്ട് ചെയ്തു. അങ്ങനെ ഓരോ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കണ്ടുകൊണ്ട് ഞാൻ രുക്കു ഇങ്ങനെ സൈഡിൽ മാറിയിരുന്നു, വണ്ടിയുടെ സൈഡിൽ മാറിയിരിക്കുകയാണ്. വെള്ളം കുടിച്ച് ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് രുക്കു. ചൂടിന് ആഹാരം വേണ്ട, അവൾക്ക് വെള്ളം മതി. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഫ്ലൈറ്റ് പോകുന്നതും വരുന്നതും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ ചേട്ടൻ അവിടെ മാറിയിരുന്ന് കുറേ ഷൂട്ട് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് യുദ്ധവിമാനം കണ്ടു. അപ്പോൾ വിനിച്ചേട്ടനെ വിളിച്ച് കാണിക്കുക, ഡേ നോക്കടി എന്ന്. പിന്നെ ഞാൻ ദൂരെ അടുത്ത് വന്നിരുന്ന് യുദ്ധവിമാനവും കണ്ടു. അപ്പോഴാണ് ചേച്ചി പോകുന്ന ഫ്ലൈറ്റ് 2:25 അത് ടേക്ക് ഓഫ് ചെയ്യുക. അപ്പം ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഫ്ലൈറ്റ് മൂവ് ആയോ എന്നൊക്കെ. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചി പോകുന്ന ഫ്ലൈറ്റാണിത്, എയർ ഇന്ത്യ. അങ്ങനെ ചേച്ചിക്ക് ഞാനും രുക്കോടി ഇങ്ങനെ ഞാൻ അവളോട് പറയുന്നുണ്ട്, അപ്പോൾ പോകുന്ന ഫ്ലൈറ്റ് ഇപ്പോൾ കാണാം, മക്കൾ ടാറ്റ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അപ്പയ്ക്ക് ടാറ്റ കൊടുത്തോ എന്ന് പറയുമ്പോൾ അവളും ടാറ്റ കൊടുത്തു. അങ്ങനെ ചേച്ചിയെ അയർലൻഡിലേക്ക് നമ്മൾ യാത്രയാക്കി. എന്നിട്ട് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് കുഞ്ഞുറക്കമായി. അപ്പം എൻ്റെ കയ്യിൽ ഇരുന്ന്. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞിട്ട് കഴിക്കാൻ ഇറങ്ങാം, നമുക്ക് തിരിച്ചു പോകാം, ഇപ്പോൾ കഴിക്കാം, അല്ലെങ്കിൽ വിശക്കില്ലേ, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വിളിച്ചിട്ട് വേണ്ട, കുഞ്ഞു ഉറങ്ങും, അതിന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങണ്ട, വിശപ്പും ഇല്ലായിരുന്നു, വെള്ളം കുടിച്ച് വിശക്കണില്ല. പിന്നെ തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ആലുവ കാലടി റൂട്ട് വഴി ഇൻഫോ പാർക്ക് വഴി ഞങ്ങൾ നേരെ തൃപ്പൂണിത്തുറയിലേക്ക് യാത്ര ചെയ്യും. അങ്ങോട്ട് പോയപ്പോൾ 34 കിലോമീറ്റർ തോന്നി, ഇങ്ങോട്ട് വന്നപ്പോൾ അത്രയും ദൂരം തോന്നിയില്ല, ദൂരക്കുറവായിരുന്നു. ചെറിയ റോഡുകൾ മോശമാണെങ്കിലും പക്ഷെ വേഗം എത്തി. അങ്ങോട്ട് ഭയങ്കര ലോങ് ആയിട്ട് തോന്നി ട്രാഫിക്കൊക്കെ. ഇത് ചെറിയ റോഡുകളൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോൾ വേഗം വീടെത്തി ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ആലുവ വഴി ഇങ്ങനെ ഇൻഫോ പാർക്ക് വഴിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നല്ല ഉറക്കമായതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ കൈ കഴിക്കുന്നുണ്ട്, അവളെങ്ങനെ എൻ്റെ കയ്യിലാണ് കിടന്ന് ഉറങ്ങുന്നത്. കുറച്ച് നേരം ഞാനും മനസ്സിലും കാര്യമൊക്കെ പറഞ്ഞു, അതിൽ പോകുന്ന കാര്യങ്ങളും ഇനിയും നമുക്ക് ട്രിപ്പ് പോകണം എന്നൊക്കെ, ഫ്ലൈറ്റിൽ പോകണം എന്നൊക്കെ വിനിച്ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇൻഫോ പാർക്ക് കഴിഞ്ഞ് ഇടയ്ക്കൊരു ബ്ലോക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞ് തൃപ്പൂണിത്തുറ എത്താറായി. വിനിച്ചേട്ടൻ ചോദിച്ചു, എന്തെങ്കിലും മേടിക്കണോടി, കഴിക്കാമെന്ന് എന്തെങ്കിലും മേടിക്കണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നും വേണ്ട, വിനിച്ചേട്ടൊക്കെ വീടെത്താൻ മതി. അങ്ങനെ ഞങ്ങൾ വീടെത്താറായി. ഇനി വീടെത്തിയിട്ട് വേണം കുളിച്ചിട്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. എല്ലാവർക്കും